പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല കേട്ടോ. കാരണം എല്ലാ പണിയും അമ്മ തന്നെ ചെയ്തിച്ച് പോയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇന്നൊരു മരണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും രാവിലെ തന്നെ അവിടെ പോയതായിരുന്നു കേട്ടോ. അപ്പോൾ പോയി വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഞാനിദ്ദേഹം കൊലായിൽ ഇങ്ങനെ കുത്തിരിക്കുക കേട്ടോ. നല്ല മഴക്കാറുണ്ട്, പിന്നെ നല്ല കാറ്റൊക്കെ ഇങ്ങനെ വീശുന്നുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ നോക്കി ഞാനും അവിടെ ഇങ്ങനെ കുത്തിരിക്കുകയാണ്. നല്ല രസമുണ്ട് കാറ്റടിക്കുമ്പോൾ. ഇങ്ങനെ നല്ല ഇരുണ്ടോടി മഴ വരുമ്പോൾ കാറ്റൊക്കെ അടിക്കുമ്പോൾ എനിക്ക് കാണാൻ രസമാണ്. അപ്പോൾ പിന്നെ ഏട്ടനുണ്ട് മുകളിൽ വർക്ക് ചെയ്യണം. അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് പോയേക്കുമ്പോൾ ആകാശത്തതേ നല്ല ഇരുണ്ടോടി നിൽക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ട് പിന്നെ വാവ എന്താണ് നല്ല നേരത്തെ ഉറങ്ങിയെന്ന് കേട്ടോ. അല്ലെങ്കിൽ തന്നെ 3 മണി 4 മണി ആവട്ടോ അവൻ ഉറങ്ങാൻ. ഇന്നിപ്പോൾ എന്താണെന്ന് അറിയില്ല, നേരത്തെ ഉറങ്ങി, ഉച്ചയ്ക്ക് തന്നെ ഉറങ്ങിനെ. പിന്നെ അവൻ ഉറങ്ങിയപ്പോൾ പിന്നെ ഞാൻ ഇതൊക്കെ നന്നാക്കിയിടാന്ന് കരുതി. വേറെ ഒന്നുമല്ല, ഇതൊക്കെ അവൻ്റെ കളി സാധനങ്ങളാണ് കേട്ടോ. പരത്തിയിട്ടിരിക്കണം, ഇനിയൊന്നുമില്ല പരത്തിയിടാനൊക്കെ അവൻ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എല്ലായിടത്തും എടുത്ത് വെച്ച് കോണിക്കൂടിൻ്റെ അടിയിലേക്ക് ആയിട്ട് അവൻ്റെ എല്ലാ കളിപ്പാട്ടങ്ങളും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കൽ. അതൊക്കെ അതിൻ്റെ അടിയിലേക്ക് എടുത്ത് വെച്ച് പിന്നെ അവൻ്റെ വണ്ടികൾ, വലിയ വലിയ വണ്ടികൾ ഒക്കെ ഓരോ കയ്യിലായിട്ട് പരത്തി എറിയുന്നതാണ്. ഓരോ ഭാഗത്തെത്ത് എറിയുമ്പോൾ അവന് ഞാൻ വേഗം എന്ത് ചെയ്ത് അടിച്ചു തരുന്ന പണിയിലേക്ക് നിന്ന്. അവൻ നീക്കുമ്പോഴത്തേക്കും അടിച്ചു തരലൊക്കെ കൊണ്ട് കഴിച്ചാൽ അതങ്ങോട്ട് കഴിഞ്ഞല്ലോ. പിന്നെ അവൻ നീച്ചാൽ പിന്നെ ഇന്ന് അടിച്ചു തരാനോ ഒന്നിനും സമ്മതിക്കില്ല. അവൻ്റെ കൂടെ അങ്ങനെ ഇരിക്കേണ്ടി വരും, കളിക്കേണ്ടി വരും. അങ്ങനെ നല്ല ശീലത്തിലാണ് നീക്കണതെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ കുറേ നേരം ഞാൻ എടുത്ത് ഇങ്ങനെ നിൽക്കേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ഒരു മിക്സറിലൊരിത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതന്നെ എല്ലായിടത്തും പരത്തിയിട്ടുണ്ട് കേട്ടോ. അത് കുറേ തിന്നും കുറേ എറിയും, ഇതൊക്കെ തന്നെ പരിപാടി. അപ്പോൾ അതൊക്കെ ഞാൻ അടിച്ച് വാരി വൃത്തിയാക്കി ഇടുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് അടിച്ചു തരേണ്ടി വന്നത്, അല്ലെങ്കിൽ അടിച്ചു തരേണ്ടി വരില്ലായിരുന്നു. കാരണം അമ്മ രാവിലെ എല്ലാ പണി ചെയ്തിച്ച് പോയതാണല്ലോ. അപ്പോൾ പിന്നെ അടുക്കളയിൽ പിന്നെ നല്ല ചണ്ടി ഉണ്ടായിരുന്നു. അത് അടുക്കളയിൽ പിന്നെ നമ്മൾ വിറകും കാര്യങ്ങളൊക്കെ വെക്കണോണ്ട് നല്ല ചണ്ടിയുണ്ട്. ചകിരീൻ്റെ ഓലക്കൊടിൻ്റെ ചണ്ടിയുണ്ട് അധികം ഉണ്ടാകാറ്. കാരണം അതിങ്ങനെ ചകിരിക്കൊന്ന് കുറച്ച് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഉണക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ നല്ല ചണ്ടി ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ പൊടികളും തന്നെ നല്ല ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അടുക്കളൊക്കെ ഒന്ന് അടിച്ചേരി ഞാൻ വൃത്തിയാക്കി. പിന്നെ ഇത് ഞങ്ങൾ മരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പോയി വരുമ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. കടയിൽ കയറിപ്പോൾ വാങ്ങിയതാണ്. നല്ല രസമുണ്ട് കേട്ടോ കഴിക്കാൻ. ഞാൻ കുറേ ആയി ഇങ്ങനെ ഉപ്പിലിട്ടത് കഴിച്ചിട്ട്. ഡെലിവറിക്ക് ശേഷം ഉപ്പിലിട്ടതൊന്നും അങ്ങനെ കഴിക്കലേ ഉണ്ടായിരുന്നില്ല. അത് ഇപ്പോൾ കണ്ടപ്പോൾ കൊതിയായപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ പിന്നെ ഞാൻ വെള്ളം ചൂടാക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ, മേൽ കഴുകാൻ. ഉച്ചയ്ക്ക് ശേഷം വെയിലുണ്ടെങ്കിൽ തന്നെ എനിക്ക് തണുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം ചൂടാക്കി മേലേക്കാവും. പിന്നെ അവിടെ കിടന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം അടിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പോയിട്ടോ. അടിച്ചു തരാൻ തന്നെ 1 ഏക്കറോളം അടിച്ചു തരാനുണ്ട് കേട്ടോ. കാരണം തോന മുറ്റുണ്ട്. അപ്പോൾ മുറ്റുള്ളത് കൊണ്ട് തന്നെ തോന അടിച്ചു തരാനുണ്ട്. പിന്നെ അതുമല്ല കണിക്കൊന്നൻ്റെ മരമുണ്ട് മുറ്റത്ത് തന്നെ. അത് നല്ല ഇല വീഴും. തോന ഇല വീഴുന്നതുകൊണ്ട് തന്നെ രാവിലെ വൈകുന്നേരം ഇങ്ങനെ അടിച്ചു തരണം. പിന്നെ കൊന്ന വീഴാൻ തുടങ്ങിയാലാണ് കേട്ടോ നല്ല അടിച്ചു തരാൻ ഉണ്ടാവുക. അപ്പോൾ പിന്നെ ഞാൻ വേഗം വെള്ളം കൊണ്ടുപോയി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം വെള്ളം കോരാൻ വേണ്ടി അങ്ങോട്ട് പോയപ്പോൾ വാവ എണീറ്റ് നേരെ വന്നത് ഞാൻ വെള്ളം കോരിനടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു വാ പോര്, അമ്മൻ്റെ കൂടെ പോരുകയാണ് കേട്ടോ. പിന്നെ ഞാൻ മേലൊക്കെ കഴുകി വന്ന് സിന്ദൂരമൊക്കെ തൊട്ട് ഞാനിനി വിളക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്ക് പോവുകയാണ്. അപ്പോൾ വിളക്ക് വെക്കുകയാണ്. വിളക്കൊക്കെ വെച്ചു. രാമായണമൊക്കെ ഞാൻ ടി വിയിലിട്ട് അച്ഛൻ തൊട്ടായിട്ട് കുത്തിരുന്ന അച്ഛൻ രാമായണം അങ്ങനെ വായിക്കണം അങ്ങനെ കേട്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ വേഗം ചായക്ക് വെള്ളം വയ്ക്കാൻ പോയി. അപ്പോഴും വാവൻ്റെ ശീലം മാറിയിട്ടില്ല കേട്ടോ. എൻ്റെ അടുത്ത് പറയും അമ്മ എടുക്കാം പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയാണ്. പാവു ഉറങ്ങാൻ വേണ്ടിയിട്ടേ ഉറക്കം റെഡി ആയിട്ടുണ്ടാവില്ല അതിട്ടോ അങ്ങനെ പറഞ്ഞു. പിന്നെ അമ്മ വന്നപ്പോൾ അമ്മയ്ക്ക് അമ്മൻ്റെ പ്രൊഡക്റ്റിൻ്റെ മീറ്റിംഗ് ഉണ്ട് വാട്സപ്പിൽ. അതിൻ്റെ ലിങ്ക് വന്നിട്ടുണ്ട് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന കേട്ടോ ഫോണ്. അപ്പോൾ ഞാനതിൽ കുറേ നോക്കുന്നുണ്ട്, എങ്ങനെയൊക്കെ നോക്കിയിട്ടും ലിങ്ക് കാണുന്നില്ല. അവർ വിളിച്ചിട്ട് പറയുന്നുണ്ട് ലിങ്ക് കിട്ടണം. പിന്നെ നോക്കിയപ്പോൾ നെറ്റ് ഓണാക്കിയിട്ടില്ല, അതാണ് കാണാഞ്ഞത്. പിന്നെ നെറ്റൊക്കെ ഓണാക്കി ഞാൻ അമ്മയോട് പറഞ്ഞു നെറ്റ് ഓണാക്കാതെ എത്ര നേരം നോക്കിക്കൊണ്ടുവന്നത് പറഞ്ഞു. ഞാൻ അമ്മയ്ക്ക് കൊടുത്തിട്ടോ ഒക്കെ റെഡിയാക്കി അമ്മയ്ക്ക് കൊടുത്ത് ഞാൻ പിന്നെ വാവനെടുത്ത് ഞാൻ വേഗം അകത്തേക്ക് പോയിട്ടോ. പിന്നെ അമ്മ വരുമ്പോൾ നല്ല മത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല ഉണ്ട മത്തി, നല്ല രസമുള്ള മത്തിയാണ്. പിന്നെ മത്തിയും പഴവും കൊണ്ടുവന്നിട്ട് അമ്മ. പിന്നെ അമ്മ മീനൊക്കെ നന്നാക്കുന്നുണ്ട്. അപ്പോൾ അമ്മ മീൻ നന്നാക്കുന്ന ഡെയിലി അതിലേക്കുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കാമെന്ന് കരുതി ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാച്ച് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ.
ദേ അമ്മ അടുപ്പത്ത് മുതിര വെച്ചിരുന്നിട്ട് കുക്കറിൽ അത് ഏട്ടന് കൊടുക്കാനാണ്. ഏട്ടന് ഇങ്ങനെ ഷോൾഡറിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഷോൾഡറിൽ നിന്ന് നീരിറങ്ങുന്ന പ്രശ്നമുള്ളതുകൊണ്ട് ഏട്ടന് കുടിക്കാൻ നല്ലതാണ്. ഈ മാസം കർക്കിടകമായത് നല്ലതാണെന്നാണ് കേട്ടോ അമ്മ പറഞ്ഞത്. അപ്പോൾ പിന്നെ എന്താണ്, ഞാൻ പിന്നെ കുടിക്കലൊന്നുമില്ല കേട്ടോ, ഞാനങ്ങനെയുള്ളത് തന്നെ ഞാൻ കുടിക്കില്ല. പിന്നെ അത് ഏട്ടൻ മുകളിൽ വലിയച്ഛൻ്റെ വീട്ടിലേക്ക് പോയി കേട്ടോ. അവിടെ എന്താണ് വലിയച്ഛൻ്റെ മോൻ്റെ കുട്ടീൻ്റെ കല്യാണത്തിന് ഡേറ്റ് കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ഓരോക്കെ വന്നിട്ടുണ്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതാണ്. അപ്പോൾ ഏട്ടനോട് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി വിളിച്ചറിഞ്ഞതാണ് ഞാൻ. അതിൻ്റെ ഇടയിൽ ഞാനും അമ്മ ഓരോ കഥകളും പറഞ്ഞ് ഇങ്ങനെ നാട്ടർത്താണം പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വാവത് ഓടി വന്നിട്ടുണ്ട് കേട്ടോ. ഫോണിൽ കാണുന്നത് പോയി എന്ന് പറഞ്ഞിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നതിന്. അപ്പോഴാണ് അച്ഛമ്മ മീൻ മുറിക്കിനെ കണ്ടത്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം തിരിഞ്ഞ് കളിച്ച് മീനൊക്കെ ഒന്ന് നോക്കി അങ്ങനെ ആൾ പോയിട്ടോ. പിന്നെ ഞാൻ എൻ്റെ പണിയിലേക്ക് നിന്ന് ഉള്ളിയൊക്കെ അങ്ങനെ അരിഞ്ഞ് കട്ട് ചെയ്ത് എന്താണ് റെഡിയാക്കി വെക്കണം ഓരോ പണിയിലേക്ക് ആയിരുന്നു ഞാൻ. അമ്മ മീനൊക്കെ മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് ഏട്ടൻ വന്ന്, ഏട്ടൻ വരുമ്പോൾ പഴവും പിന്നെ വാവയ്ക്ക് മുട്ടായി അതൊക്കെ കൊണ്ടുവന്നിട്ടാണ് വന്നത്. മുട്ടായി മറ്റേ നമ്മളെ പാൽപ്പേടല്ലേ അതാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ വാവയ്ക്ക് കൊടുത്തപ്പോൾ ഞാനും ഒരു ചെറിയ കഷ്ണമൊക്കെ ചോദിച്ചു, പക്ഷെ എനിക്കൊന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞാൻ ആ സങ്കടത്തിൽ വേഗം പോയി കറി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതേ ചട്ടിക്കടുപ്പത്തിച്ച് ചൂടായി ഓയിൽ പാർന്ന് പിന്നെ അത് ഞാൻ അതിലേക്ക് ഉലുവാണ് കേട്ടോ ഇടുന്നത്. കുറച്ച് ഉലുവ ഞാൻ അതിലേക്ക് ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ആയിട്ട് പച്ചമുളക് ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ടോ. ഉള്ളി ഒന്ന് നന്നായിട്ട് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുത്താൽ വേഗം അത് വാടി കിട്ടും, അതുകൊണ്ട് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ തക്കാളിയും പുളിവെള്ളമൊക്കെ പാർന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ നല്ലോണം മുളകും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇട്ടത് തിളച്ചിട്ടുണ്ട് കേട്ടോ. തിളച്ചപ്പോൾ ഞാൻ പിന്നെ മീനൊക്കെ ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് അവിടെ അടുപ്പ് തന്നെ വെച്ചതാണ്. നല്ലോണം തിളച്ചിട്ട് എടുക്കാമെന്ന് കരുതി. അപ്പോഴത്തേക്ക് അതാകുമ്പോഴത്തേക്ക് മീനൊക്കെ ഒന്ന് പൊരിക്കാനുള്ള മീനൊക്കെ ഒന്ന് കുഴച്ച് വെക്കാമെന്ന് കരുതി മീനൊക്കെ. അപ്പോൾ അതേ കറി ഇറക്കി വെച്ചു. ഞാൻ ഈ മീൻ പൊരിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ മത്തി പൊരിക്കുമ്പോൾ എന്തല്ല ഇങ്ങനെ പൊട്ടി തെറിക്കിട്ടോ, അതിൻ്റെ കണ്ണാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് നിൽക്കാനേ പറ്റില്ല. എപ്പോൾ മത്തി പൊരിക്കണം അപ്പോഴൊക്കെ പൊട്ടി തെറിക്കിട്ടോ. അതുകൊണ്ട് വേഗം ഇട്ടിട്ട് അതിൻ്റെ അടുത്ത് മാറി നിൽക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ അതിൽ ഇടുന്നത് കേട്ടോ. എനിക്കാണെങ്കിൽ അതിന് പൊട്ടിത്തെറിച്ച് കൈകളൊക്കെ പൊള്ളിക്കാണ്. അപ്പം വേഗം അതിൽ ഇട്ടിട്ട് കൊണ്ട് മാറി നിൽക്കാൻ വെന്തോട്ടെന്ന് കരുതി. അപ്പോൾ ഇതേ ചോറായി, കറിയായി, പൊരിച്ചതായി. അപ്പോൾ നമ്മൾ ചോറിന്ന് വരാം കേട്ടോ. പിന്നെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ബായ്.